ഹലോ മച്ചാനെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മച്ചാനെ ഇന്ന് പറഞ്ഞാൽ ഒരു കിഡിലൻ ഒരു വീഡിയോ ആയിട്ടാണ് ഈ മച്ചാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. മച്ചാനെ എൻ്റെ അടുത്ത് പലവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മച്ചാനെ വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട്, അത് ഒന്ന് ചെക്ക് ചെയ്ത് തരുമെന്നു. മച്ചാനെ ഒരുപാട് പേരുടെ വർക്ക് പെർമിറ്റും കാര്യങ്ങളും എനിക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് ഓരോരാളിൻ്റെ അടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാൻ പോസിബിൾ അല്ല എന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ചെക്ക് ചെയ്യാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് പ്രകാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മച്ചാൻ. ഒരുപാട് പേർക്ക് യൂറോപ്പിലോട്ട് വർക്ക് പെർമിറ്റ് ഏജൻസി മുഖേനയും ഏജൻസി അല്ലാതെയും ഡയറക്റ്റ് ആയിട്ടും ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ വർക്ക് പെർമിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓൺലൈൻ സേവനങ്ങളും ഇല്ല എന്നാണ് എനിക്ക് തീർത്തും പറയാനുള്ളത്. പിന്നെ ചില രീതികളിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ മച്ചാനെ നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസിലോട്ട് നമ്മുടെ വർക്ക് പെർമിറ്റിന്റെ നമ്പർ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന്റെ കോപ്പി നിങ്ങൾ നേരിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമത് പറഞ്ഞു വെച്ചാൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മളെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ്, ഓക്കെ, പാസ്പോർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും പാസ്പോർട്ട് നമ്പർ തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഡേറ്റ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ വർക്ക് തരാൻ ജോബ് ഓഫറിൽ തരുന്ന ആ കമ്പനിയുടെ നെയിമും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ സീല് വരയ്ക്കും. അതിൽ പക്കയാണോ എന്ന് ചെക്ക് ചെയ്യാൻ മച്ചാനെ. കാരണം വെച്ചാലോ നമ്മുടെ പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ തന്നെ ചിലപ്പോൾ വ്യതിയാനം വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ അങ്ങനെ തട്ടിപ്പായിട്ട് നമുക്ക് ആ ഒരു കോപ്പിയിൽ തന്നെ എന്തെങ്കിലും തട്ടിപ്പ് വരുത്തിയിട്ടുണ്ടെന്ന് നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ പാസ്പോർട്ടും അതിന് നമ്മൾ ഇഷ്യൂ ചെയ്ത ഡേറ്റ് തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും പക്കയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ വർക്ക് പെർമിറ്റിലും ഒക്കെ ചിലപ്പോൾ പല രീതിയിലുള്ള ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ ഡച്ച് ലാംഗ്വേജോ അല്ലെങ്കിൽ പോളിഷ് ലാംഗ്വേജോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മച്ചാനെ. അപ്പോൾ ഈ കാര്യങ്ങളാണ്, ഈ രണ്ട് കാര്യങ്ങൾ നോക്കാൻ മച്ചാനെ. പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ അടുത്തൊരു രീതിയും കൂടി നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും മച്ചാനെ. ഒരു 5 തരം വെബ്സൈറ്റ് ഉണ്ട് മച്ചാനെ. അത് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന 5 തരം വെബ്സൈറ്റ് ഉണ്ട്. അത് പറഞ്ഞു വെച്ചാൽ ഓൺലൈൻ ഞാൻ നേരത്തെ പറഞ്ഞു ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാന്ന്. പക്ഷേ ഇത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയാനുള്ളത് പറഞ്ഞു വെച്ചാൽ ഗവൺമെന്റിന്റെ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരുപാട് ഈ 5 വെബ്സൈറ്റും അതാത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളാണ്. അപ്പോൾ UK, US അതുപോലെ പോളണ്ട്, യൂറോപ്യൻ ഏരിയാസിൽ വരുന്ന നമ്മുടെ വർക്ക് പെർമിറ്റ്, സ്പോൺസർഷിപ്പ് ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് വന്നു വെച്ചാൽ ഈ കൺസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ് മച്ചാനെ ഞാനിന്ന് പരിചയപ്പെടുന്നത്. അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഈ ഡോക്യുമെന്റ്സിന്റെ കോപ്പി നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. അല്ല പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് അത് ഗവൺമെന്റ് തന്നെയാണ്, പോളിഷ് ലാംഗ്വേജിൽ തന്നെയാണ്. അതിൽ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് ഇംഗ്ലീഷിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് നോക്കിയെടുത്ത് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ മച്ചാനെ. രണ്ടാമത് പറഞ്ഞു വെച്ചാൽ എമിഗ്രേഷൻ ബ്യൂറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റും കൂടിയാണ് മച്ചാനെ. അതിലും നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പെർമിറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ മൂന്നാമത് പറഞ്ഞു വെച്ചാൽ യൂറോപ്പ് എന്നുള്ള ഒരു വെബ്സൈറ്റും കൂടിയാണ് മച്ചാനെ. അപ്പോൾ നാലാമത് പറഞ്ഞു വെച്ചാൽ ഗവൺമെന്റ് UK യിലുള്ള വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പും ഈ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അഞ്ചാമത് പറഞ്ഞു വെച്ചാൽ WPC വർക്ക് പെർമിറ്റ് കോൾഡ്.com എന്നുള്ള ഒരു വെബ്സൈറ്റും കൂടിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് മച്ചാനെ. അതിൽ നിങ്ങൾക്ക് നേരിട്ട് അങ്ങോട്ട് കയറി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും UK, US ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കുള്ള വെബ്സൈറ്റും കൂടിയാണ്. ഇമിഗ്രേഷൻ അഡ്വൈസറാണ് ഇതിൽ നേരിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അത് നേരിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അവർക്ക് ചാറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ അത് അവരിനെ ബോധ്യപ്പെടുത്തിയിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ജെന്യുവൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പല ഏജൻസികളും പല രീതിയിലുള്ള തട്ടിപ്പും വെട്ടിമ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പൈസ കൊടുത്തിട്ട് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു വർക്ക് പെർമിറ്റ് വന്നു എന്ന് പറഞ്ഞിട്ടും കൊണ്ട് പിന്നെ ഈ വിസയുടെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ബാക്കി പൈസ തന്നാൽ മതി എന്ന് പല ഏജൻസികളും പറയാറുണ്ട്. അപ്പോൾ അതിൽ പോയി പെടാതിരിക്കണം വെച്ചാൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് നിങ്ങളുടെ ഓക്കെ ആണെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മച്ചാനെ. ഓക്കെ, അപ്പോൾ മച്ചാനെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ.